സംഗീത സംവിധായകൻ കെ.ജെ. ജോയിയുടെ സംസ്കാരം ഇന്ന് ചെന്നൈയിൽ. അപ്പോളോ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ചെന്നൈ ശാന്തോം പള്ളിക്ക് സമീപമുള്ള വസതിയിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3-ന് കിൽപോക്ക് വൈദ്യുത ശ്മശാനത്തിലാണ് സംസ്കാരം. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മനേഷ്, എപ്പോഴാണ് ഈ ചടങ്ങുകൾ തുടങ്ങുക? ഇന്നിപ്പോൾ 10 മണിയോട് കൂടിയാണ്, നമുക്കറിയാം 15-ാം തീയതി പുലർച്ചെയാണ് അദ്ദേഹം മരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ 10 മണിയോട് കൂടിയാണ് മൃതദേഹം ഇവിടെ എത്തിക്കുന്നത്. കാരണം മനേഷ് മൂർത്തിയുടെ ശബ്ദത്തിലൊരു തടസ്സമുണ്ട്. അല്പസമയത്തിനകം അത് പരിഹരിച്ച ശേഷം എത്താം. സംഗീത സംവിധായകൻ കെ.ജെ. ജോയിയുടെ സംസ്കാരം ഇന്ന് നടക്കും. ചെന്നൈയിലാണ് സംസ്കാര ചടങ്ങുകൾ. അപ്പോളോ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ചെന്നൈ ശാന്തോം പള്ളിക്ക് സമീപമുള്ള വസതിയിൽ എത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3-ന് കിൽപോക്ക് വൈദ്യുത ശ്മശാനത്തിലാണ് സംസ്കാരം. മനേഷ് മൂർത്തി ചേരുന്നുണ്ട്. മനേഷ്, പറഞ്ഞോളൂ. വേണു, നമുക്കറിയാം 15-ാം തീയതി പുലർച്ചെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. 2 ദിവസമായി മൃതദേഹം മോർച്ചറി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. കാരണം വിദേശത്തുള്ള മക്കൾ എത്തേണ്ടതുണ്ടായിരുന്നു. അവർ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടെ എത്തുന്നത്, രാത്രിയോട് കൂടി എത്തുന്നു. ഇന്നിപ്പോൾ രാവിലെ 10 മണിയോട് കൂടിയാണ് നമുക്കിവിടെ ഈ ശാന്തോം പള്ളിക്ക് സമീപത്തുള്ള, ചെന്നൈയിലെ ശാന്തോം പള്ളിക്ക് സമീപത്തുള്ള വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നത്. ഇവിടെ പൊതുദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നിർമ്മാതാവായിട്ടുള്ള കെ.ടി. കുഞ്ഞുമോൻ, സംവിധായകൻ ശരത്ചന്ദ്രൻ, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള രാജേന്ദ്ര ബാബു തുടങ്ങി നിരവധി പ്രമുഖർ നിലവിൽ ഇവിടെയുണ്ട്. മറ്റ് പ്രമുഖർ കൂടി ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട്. 1 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ, അതായത് ഇവിടെ വീട്ടിൽ നിന്നുള്ള ആചാരപരമായ ചടങ്ങുകൾ 1 മണിക്കാണ് ആരംഭിക്കുക. അതിനുശേഷം 2 മണിയോട് കൂടി കിൽപോക്ക് ശ്മശാനത്തിലേക്ക്, വൈദ്യുത ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. 3 മണിക്കാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു വലിയ പ്രതിഭ തന്നെയാണ്, ഒരു കാലഘട്ടമാണ് ഇവിടെയാകുന്നത്. കാരണം നിരവധി ഗാനങ്ങൾ, അതായത് മലയാളത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത നിരവധി ഗാനങ്ങൾ, 12 ഹിന്ദി സിനിമകളുടെ പശ്ചാത്തല സംഗീതം, അങ്ങനെ നിരവധി ആയിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ളൊരു മ്യൂസീഷ്യൻ തന്നെയാണ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കീബോർഡ് എന്ന് പറയുന്ന ഉപകരണം 1969-ൽ ദക്ഷിണേന്ത്യൻ സംഗീതത്തിന് പരിചയപ്പെടുത്തിയത്. അക്കോർഡിയൻ എന്ന് പറയുന്ന ഉപകരണം അത്ര കൃത്യമായി തന്നെ കൈകാര്യം ചെയ്തിരുന്ന ഒരു സംഗീത പ്രതിഭ. എന്തായാലും അദ്ദേഹം നമ്മളെ വിട്ടുപോവുകയാണ്. 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരുന്നത്. സംസ്കാരം നടക്കുക അത് കിൽപോക്ക് വൈദ്യുത ശ്മശാനത്തിലാണ് സംസ്കാരം ഉണ്ടാവുക. ബാക്കി എല്ലാവരും, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇന്ന് രാവിലെയാണ് മൃതദേഹം ഇവിടെ എത്തിച്ചത്. വേണം. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.